ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സലാഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവുമല്ലോ, ബാച്ചിലേഴ്സും അതല്ലാതെ തന്നെ വീട്ടമ്മമാരായാലും. ചില ദിവസം നമുക്കൊരു മടിയാണല്ലോ, ഇന്നിപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ വയ്യ, പെട്ടെന്ന് ചോറിനോ ചപ്പാത്തിക്കോ എന്തെങ്കിലും ഒരു കറിയും വേണം. അന്നേരം അതിനായിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സലാഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ തന്നെ കാണുക. ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് വറക്കണമെന്ന് മസ്റ്റായിട്ടുള്ളവരാണെങ്കിൽ ഈ എണ്ണ ചൂടായ ഉടനെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ കടുകൊന്നും വറക്കുന്നില്ല, ജസ്റ്റ് ഒരു 3 സവാള നീളത്തിൽ കട്ട് ചെയ്തത് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒളീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒളീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണ തന്നെ ചേർത്തത്. ഒളീവ് ഓയിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി, സാലഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ സവാളയുടെ കൂടെ തന്നെ ഒരുമിച്ച് ചേർക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. അല്ല ഗോൾഡൻ ബ്രൗണോ അങ്ങനെ ഒന്നും ആവണ്ട, ഒരുപാട് ഫ്രൈ ഒന്നും ആയി വരണ്ട. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോർമൽ സലാഡാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങ് ഉണ്ടാക്കുകയല്ലേ. ഇതൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കുന്ന ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റാർട്ടേഴ്സിനെ കൂടെ എയിം ചെയ്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ആണ് ഈസി റെസിപ്പീസ് കൂടുതലും ചാനൽ ത്രൂ ഇടുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സവാളയൊന്ന് കുക്കായി വന്നാൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അന്നേരം ഞാൻ തക്കാളിയും പച്ചമുളകും ഇനിയും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളി ജസ്റ്റ് ഒന്ന് സോർട്ടായി വന്നാൽ മതി, അല്ലാതെ അത് മെൽറ്റായി ഒന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി. ഞാൻ ഒരു 2 മിനിറ്റ്സും കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. മൺഡേ ടു ഫ്രൈഡേ ഈവനിങ് ഡെയിലി ലൈവ് ചാറ്റ് ഉണ്ട് കേട്ടോ, ചാനൽ ത്രൂ. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക, ഫ്രീ ആയിട്ടുള്ളവർ വരാൻ ശ്രമിക്കുക. ഇന്ത്യൻ ടൈം ഈവനിങ് ആഫ്റ്റർ 6 o'clock ആണ്, ഒരു 8 o'clock വരെ ലൈവ് ചാറ്റ് ഉണ്ടാവുന്നതാണ് മൺഡേ ടു ഫ്രൈഡേ. അപ്പോൾ അറിയാത്തവരുടെ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്, വരാൻ ശ്രമിക്കുക. നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ ചേർന്നുള്ള സലാഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് തണുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൈരും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ കേട്ടോ. തണുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. വളരെ എളുപ്പമല്ലേ ഈ റെസിപ്പി? അപ്പോൾ ഇനി നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്കാത്ത തൈര് ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. പുളി കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. വല്ലാതെ നമുക്ക് ഒരുപാട് ഒരു ലിമിറ്റിൽ കൂടുതൽ പുളിയായാലും കൊള്ളില്ലല്ലോ. അന്നേരം അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ പിന്നെ നമുക്ക് UAE എപ്പോഴും പുളിക്കാത്ത തൈരാണ് കിട്ടുന്നത്, അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തൈര് നമുക്ക് അത് എത്ര ഓരോരുത്തർക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. ചിലർക്ക് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന ആ ഒരു പരുവാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഞാനൊരു ഒരു നോർമൽ രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് ഒരു തിക്കായിട്ടിരിക്കുന്നത് സാലഡ്, നോർമൽ തിക്ക് സാലഡ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കാലാ നമക്, ചാട്ട് മസാല അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, നമ്മുടെ നാച്ചുറൽ രീതിയിലുള്ള സാലഡ് തന്നെ, വേറെ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഒന്നും വേറെ ഒരു കറിയില്ലെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു സലാഡ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.
വളരെ എളുപ്പമല്ലേ ഈ റെസിപ്പി? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കൂടി കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.